ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ല സാഹിത്യരചനയിൽ വാസനയുള്ളവരാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് ജെമിനി ആപ്പ് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ടുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ തന്നെ രചനയിൽ നല്ലൊരു പാട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഞാനൊരു പാട്ട് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ആ പാട്ടൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാട്ട് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ ജീവിതം നിന്നിലൂടെ ഞാൻ അറിയുന്നു, എൻ പ്രണയം നീ മാത്രം. ഈ ഒരു പാട്ടിൻ്റെ സാഹിത്യം ഞാനാണ് എഴുതിയത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാട്ട് മാത്രമല്ല, ജിമിനിയിൽ ഞാൻ വേറെയും പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജിമിനി ആപ്പ് ഉപയോഗിച്ച് ഇതുപോലെ പാട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനാണെങ്കിൽ പാട്ടൊക്കെ പാടുകയും അതൊക്കെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. പാട്ടുകൾ എഴുതാനുള്ള കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജിമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ജിമിനി ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ നമ്മൾ മ്യൂസിക് ജനറേറ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിലൊന്ന് സ്ക്രീനിൽ തന്നെയുള്ള ഓപ്ഷനുകളാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതാണ്. ഇതിലാണ് നമ്മൾ ഇമേജൊക്കെ ജനറേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തതെന്ന് പറയുന്നത് ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ മ്യൂസിക്കൊക്കെ ജനറേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെന്ന് പറയുന്നത് എക്സ്പ്ലോർ ക്രിക്കറ്റ് എന്നുള്ളതാണ്. നാലാമത്തെ ഓപ്ഷൻ ഹെൽപ്പ് മീ ലേൺ എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് മ്യൂസിക് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് താഴെ ആ പ്ലസ് ബട്ടൺ ഇപ്പുറത്തായിട്ട് കാണുന്ന ആ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ വരുന്നതാണ്. ഈ 2 രീതിയിലും നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ സൗകര്യാർത്ഥം ഉപയോഗിക്കുക. ഞാനിവിടെ പ്ലസ് ബട്ടണിന് തൊട്ടിപ്പുറത്തുള്ള സിമ്പിളിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ താഴെ നിന്ന് വരുന്നതാണ്. ഇവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ ഭാഗത്തായിട്ട് ന്യൂ എന്ന് നമുക്ക് ഒരു പുതുതായിട്ടൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗൂഗിൾ ജിമിനിയിൽ മ്യൂസിക് നിർമ്മിക്കാനുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മ്യൂസിക് നിർമ്മിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് മ്യൂസിക് നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നേരത്തെ തന്നെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ മ്യൂസിക്കുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഈ പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ആ പാട്ട് റീമിക്സ് ചെയ്യാവുന്നതാണ്. El dembow sube el calor, dame la mano, let's just lose all our control. Y ahora, dale, let's own the night. And all the jagged parts I own are just the ഇതുപോലെ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളുടെയൊക്കെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലേതെങ്കിലും പാട്ടുകളുടെ ട്യൂൺ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പാട്ട് നമുക്ക് വേണമെങ്കിൽ റീമിക്സ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു പാട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ പ്ലസ് ബട്ടൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ മ്യൂസിക് നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ഞാൻ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന പ്രോംപ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാട്ടിനുള്ള സാഹിത്യം ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അത് ട്യൂൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പാട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിൻമിഴികളിൽ കണ്ട പ്രഭാതത്തിൻ ശോഭ എന്ന് തുടങ്ങുന്ന ഒരു സാഹിത്യമാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ജിമിനിയിലേക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. ഞാൻ ആ സാഹിത്യം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്കത് പാട്ടായിട്ട് നമുക്ക് വരുന്നതാണ്. പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന പാട്ട് നമുക്ക് ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്കത് ഡൗൺലോഡ് ചെയ്യുമ്പം വീഡിയോ ആയിട്ടാണോ ഓഡിയോ ആയിട്ടാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സാഹിത്യത്തിൻ്റെ പ്രോസസ്സിങ് പൂർത്തിയായി. അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയുള്ള ഒരു പാട്ടായിട്ട് ഇവിടെ വരികയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിൻമിഴികളിൽ ഞാൻ കണ്ട പ്രഭാതത്തിൻ ശോഭ, എൻ ഹൃദയത്തിൽ പൂത്ത പ്രണയത്തിൻ മധുരം, നിൻ ചിരിയിൽ ഞാൻ കേട്ട സ്നേഹത്തിൻ നാദം, എൻ ജന്മത്തിൻ ധന്യത
ഈ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഒന്നുകൂടെ വീഡിയോ ഒന്നുകൂടെ പ്രോസസ്സിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ട്യൂണിലായിരിക്കും പിന്നെ വീഡിയോ വരിക. അപ്പോൾ നമുക്ക് അതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിനായിട്ട് നമ്മളിവിടെ ഒന്നുകൂടെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം ലിറിക്സിൽ ഒരു മാറ്റവും വരുത്താതെ പുതിയൊരു ട്യൂണിലുള്ള പാട്ടുമായിട്ട് വരുന്നതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ രണ്ടാമത് ഈ ഒരു വീഡിയോയുടെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി ഏത് രൂപത്തിലുള്ള ട്യൂണുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിൻമിഴികളിൽ ഞാൻ കണ്ട പ്രഭാതത്തിൻ ശോഭ, എൻ ഹൃദയത്തിൽ പൂത്ത പ്രണയത്തിൻ മധുരം, നിൻ ചിരിയിൽ ഞാൻ കേട്ട സ്നേഹത്തിൻ നാദം, എൻ ജന്മത്തിൻ ധന്യത നീ എന്ന സത്യം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മോൾഭാഗത്തായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആരോ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് വീഡിയോ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാട്ട് ഓഡിയോ ആയിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഈ ഒരു പാട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ രചനാ വൈഭവം അനുസരിച്ച് നമുക്ക് നല്ല പാട്ടുകളൊക്കെ ഇതുപോലെ ജെമിനിയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിൻമിഴികളിൽ ഞാൻ കണ്ട പ്രഭാതത്തിൻ ശോഭ, എൻ ഹൃദയത്തിൽ പൂത്ത പ്രണയത്തിൻ മധുരം, നിൻ ചിരിയിൽ ഞാൻ കേട്ട സ്നേഹത്തിൻ നാദം, എൻ ജന്മത്തിൻ ധന്യത നീ എന്ന സത്യം. മനസ്സിൽ ഒരു മനോജ്ഞമാം രാഗം, ഹൃദയത്തിൽ പൂത്തൊരു താളം, അനുരാഗം അതൊരു പൂത്താലം, എന്നെ അനുരാഗിക്കായി കോർത്തൊരു ഹൃദയത്തിൻ പൂത്താലം, എൻ മനസ്സിൻ്റെ താളം.